സോ നമ്മൾ എക്കണോമെട്രിക്സിന്റെ ഏരിയ ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. സോ എക്കണോമെട്രിക്സിന്റെ നമ്മൾ ടി ടെസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നോ? ഇല്ലാലോ? ചെയ്തായിരുന്നോ? ടി ടെസ്റ്റിനെ കുറിച്ച് ചെയ്തായിരുന്നോ? ഇല്ലാലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, നൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ടൈപ്സ് ഓഫ് എറർ, പി വാല്യൂ. ഇതൊക്കെ നമ്മളുടെ എക്കണോമെട്രിക്സിന്റെ ഏരിയയിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഏരിയാസ് ആണ്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ PPT സെറ്റ്സും ഞാൻ തരും. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റിന് മറ്റൊരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ടി ടെസ്റ്റിന് വേറൊരു പേരും കൂടി ഉണ്ട്. കാരണം ഓൾട്ടർനേറ്റീവ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ അതിന്റെ വേറൊരു പേരാണ് സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് WS ഗോസറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടി ടെസ്റ്റ് എന്ന് പറയുന്നത് WS ഗോസറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ബേസിക്കലി ഈ ഒരു ടി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം കവിതയൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ കഥ എഴുതുന്ന സമയത്ത് പെന്നേം വെച്ച് തൂലികാ നാമം വെച്ചിട്ട് എഴുതാറുണ്ട് അല്ലെ? അതേപോലെ തന്നെ ഇവിടെ WS ഗോസറ്റ് അവിടെ അദ്ദേഹം എഴുതിയത് സ്റ്റുഡന്റ് എന്നുള്ള പേരിലാണ്. ഈ ടി ടെസ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റുഡന്റ് എന്നുള്ള പേരിലാണ്. അതുകൊണ്ടാണ് പിൻകാലത്ത് അത് സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്ന് അറിയപ്പെട്ടത്. ഇത് സാധാരണ നമ്മൾ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ SPSS ഇട്ടിട്ട് റൺ ചെയ്യുന്നു. അപ്പൊ SPSS ഇട്ട് റൺ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി, ആദ്യം നമ്മൾ നോക്കുക, ഏതൊരു റിസർച്ചിലേക്ക് പ്രവേശിക്കുമ്പോഴും ആദ്യം നമ്മൾ നോക്കുക നമ്മളെ കയ്യിലുള്ള ഡാറ്റ നോർമൽ ആണോ നോട്ട് നോർമൽ ആണോ എന്നുള്ളതാണ്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് കൊണ്ടുവരണോ നോൺ പാരാമെട്രിക് ടെസ്റ്റ് കൊണ്ടുവരണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഡാറ്റയൊക്കെ കിട്ടിക്കഴിഞ്ഞ് SPSS എൻ്റർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി അതിനൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് ആണ് വരുന്നത്, അല്ലെങ്കിൽ അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജനറലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടെസ്റ്റ് ആണ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ടി ടെസ്റ്റിലെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് സാമ്പിൾ ആണ് ഉള്ളത്. ഒന്ന് സ്മോൾ സാമ്പിളും രണ്ടാമത്തത് ലാർജ് സാമ്പിളും. എന്താ സ്മോൾ സാമ്പിൾ? നമ്മുടെ സാമ്പിൾ സൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ അതിനെയാണ് സ്മോൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അതിന്റെ വാല്യൂ 30 അല്ലെങ്കിൽ 30നേക്കാളും ചൂട്. പക്ഷെ അവിടെയും റെസ്ട്രിക്ഷൻ ഉണ്ട്. സാമ്പിളിന്റെ സൈസ് ഒരിക്കലും എന്താവാൻ പാടില്ല, മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 5. 5 കുറയാനായിട്ട് പാടില്ല നമ്മുടെ സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത്. ലാർജ് സാമ്പിളിന്റെ കേസ് എടുക്കുമ്പോഴെങ്ങനെയാണ്, നമ്മുടെ സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് 30ന്റെ എബവ് വരികയാണെങ്കിൽ അതിനെയാണ് ലാർജ് സാമ്പിൾ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാമ്പിൾ സൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ അവിടെയാണ് നമ്മൾ എപ്പോഴും ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഈ കുഞ്ഞി സ്റ്റഡീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഈ പൈലറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളൊരു റിയൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഫോർമേഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ നടത്തുന്ന ടെസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഈ ഒരു സാമ്പിൾ കൊണ്ടൊക്കെ മീൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മളത് പൈലറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. കാരണം പൈലറ്റ് ടെസ്റ്റ് വരുമ്പോൾ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ശരിക്കും പറയുന്നത് എന്താ വെച്ചാൽ സാമ്പിൾ ടെസ്റ്റ് നമ്മൾ അണ്ടർടേക്ക് ചെയ്യേണ്ടത് 50 എണ്ണം വെച്ചിട്ടാണെന്നാണ് ശരിക്കും പറയപ്പെടുന്നത്. ഇനി ടി ടെസ്റ്റിന്റെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അതിനെ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായി സാധിക്കും. ഒന്ന് വൺ സാമ്പിൾ ടി ടെസ്റ്റ്, രണ്ട് 2 സാമ്പിൾ ടി ടെസ്റ്റ്, 3 പെയർഡ് ടി ടെസ്റ്റ്. അങ്ങനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം.
ഒന്ന് 1 സാമ്പിൾ ടി ടെസ്റ്റ്, 2 2 സാമ്പിൾ ടി ടെസ്റ്റ്, 3 പെയർഡ് ടി ടെസ്റ്റ്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 1 സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കും അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ, സി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇത് നമ്മുടെ പോപ്പുലേഷൻ ആണ്, ഇത് നമ്മുടെ സാമ്പിൾ ആണ്. അപ്പം ഇത് നമ്മുടെ പോപ്പുലേഷൻ ആണ്, ഇത് നമ്മളുടെ സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ പോപ്പുലേഷന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഇത് റാം, രാജു, ലക്ഷ്മി, പ്രിയ, അരവിന്ദ്, കിരൺ, ഇങ്ങനെയാണ് നമുക്കുള്ളത്. ഞാന് ഫീമെയിൽസിന്റെ കൺസംഷൻ ആണ് പഠിക്കുന്നത്. ഫീമെയിൽസിന്റെ കൺസംഷൻ ആണ് പഠിക്കുന്നത്. കൺസംഷൻ ഓഫ് സംതിങ്. അപ്പം ഞാൻ ഇതിന്റെ അകത്തുനിന്ന് കുറച്ചു പേരെ എടുത്തു. ലക്ഷ്മി എടുത്തു, then പ്രിയ എടുത്തു, വേറെ ആരുമില്ല, കാരണം 2 പേരേ ഉള്ളൂ. Now I am making a comparison. Comparison എങ്ങനെയാ? It is nothing but population and sample. So populationൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. പക്ഷെ എന്റെ സാമ്പിളിൽ വെറും 2 പേരേ ഉള്ളൂ. So this is a comparison. Populationൽ 6 പേരുണ്ട്, but I have taken only 2 people. So this is a comparison of sample as well as population. ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? Am I clear? ടി ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. Then we went with 1 sample ടി ടെസ്റ്റ്. Clear for all? The next one is 2 sample independent ടി ടെസ്റ്റ്. See, econometrics എന്ന് പറയുന്നത് വളരെ ഈസി ആണ്. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ട് ആയാലും ഒക്കെ നമ്മൾ പിക്ചർ റെപ്രസെന്റേഷൻ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ടു ക്രാക്ക്. സോ 2 സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്. സോ 2 സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 samples. Shows the difference between 2 samples. See for example, this is your sample 1 and this is your sample 2. അപ്പം ഇവിടെ ലക്ഷ്മി, പ്രിയ, അരുന്ധതി, ഇവിടെ അരവിന്ദ്, കിരൺ, അഭിലാഷ്. ഇവിടെ നമുക്ക് ഈ ഒരു സാമ്പിളും ഈ ഒരു സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് it shows the females consumption pattern and this shows the males consumption pattern. So ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. സാമ്പിൾ 1നെ അല്ലെങ്കിൽ മെയിലിന്റെ അല്ലെങ്കിൽ ഫീമെയിലിന്റെ കൺസംഷൻ പാറ്റേണിനെ മെയിലുമായി കമ്പയർ ചെയ്യും. നമുക്കറിയാം ഫീമെയിലിന്റെ കൺസംഷൻ പാറ്റേൺ ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം മെയിൽ അല്ലേ? ഇറ്റ് ഗോസ് ഓൺ ഡിഫറൻഷ്യൽ.
സോ ആ ഒരു ബേസ് ആണ് നമ്മൾ ബേസിക്കലി എന്തിലെടുക്കുന്നത്, 2 സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിൽ എടുക്കുന്നത്. നമുക്ക് 2 സാമ്പിൾസ് ഉണ്ട് ആൻഡ് ഈ 2 സാമ്പിൾസിനെയും we are going to compare with each other. അങ്ങനെയാണെങ്കിൽ we make use of 2 sample independent t test. The next one is 2 sampled paired t test. 2 sampled paired t test എന്ന് പറയുമ്പോൾ ഇവിടെ അരവിന്ദ്, അഭിലാഷ്, കിരൺ. ഇവിടെ വീണ്ടും അരവിന്ദ്, അഭിലാഷ്, കിരൺ ആണ് ഉള്ളത്. സി നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സ്റ്റഡി കൺസംഷൻ ഓഫ് AC by മെയിൽ പോപ്പുലേഷൻ. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. മെയിൽ സെക്ഷന്റെ അല്ലെങ്കിൽ മെയിൽ പോപ്പുലേഷന്റെ കൺസംഷൻ ഓഫ് ACയെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ഒരു പോസ്റ്റുലേഷനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബേസിക്കലി അവിടെ വരുന്ന നൊട്ടേഷൻ എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴക്കാലം ഉണ്ട്, അതേപോലെ തന്നെ ചൂടുകാലവും ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ടൈമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ലെ, മഴക്കാലം, ചൂടുകാലം. സോ ടൈം മാറ്റേഴ്സ് മോസ്റ്റ്ലി. മഴ പെയ്യുന്ന സമയത്ത് അരവിന്ദ്, അഭിലാഷ്, കിരൺ കൺസ്യൂം ചെയ്യുന്ന ഒരു സോഴ്സ്. ചൂട് കൂടുന്ന സമയത്ത് അവര് AC ചിലപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്തേക്കാം. AC മഴക്കാലത്ത് അധികം ഇവര് പ്രിഫർ ചെയ്യാതെയും വരാം. സോ സെയിം ആയിട്ടുള്ള സാമ്പിൾ തന്നെയാണ് അല്ലെ, അരവിന്ദ് ആയാലും അഭിലാഷ് ആയാലും കിരൺ ആയാലും ദ റിമെയിൻസ് കൺസ്റ്റന്റ്. പക്ഷേ ടൈം പീരീഡിന്റെ ബേസിസിൽ എന്ത് സംഭവിക്കുന്നു, ചേഞ്ചസ് സംഭവിക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ 2 സാമ്പിൾഡ് പെയർഡ് ടി ടെസ്റ്റ്. അപ്പൊ നമ്മൾ 3 എണ്ണം പഠിച്ചു. 3 രീതിയിലാണ് ഉള്ളത്. ഒന്ന് 1 സാമ്പിൾ ടി ടെസ്റ്റ്, 2 2 സാമ്പിൾ ടി ടെസ്റ്റ്. ഈ 2 സാമ്പിൾ ടി ടെസ്റ്റ് തന്നെയാണ് 2 സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. പെയർ ടി ടെസ്റ്റിനെയാണ് 2 സാമ്പിൾഡ് പെയർഡ് ടി ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്താ, സാമ്പിളും പോപ്പുലേഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ 1 സാമ്പിൾ ടി ടെസ്റ്റ്. 2 സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്താ, 2 സാമ്പിൾസ് തരുന്നു, അവർ തമ്മിലുള്ള വ്യത്യാസം. 2 സാമ്പിൾഡ് പെയർഡ് ടി ടെസ്റ്റ് എന്താ, ടൈം വരുന്നുണ്ട്, ആ ടൈമിന്റെ ബേസിസിൽ വരുന്ന ഡിഫറൻസസ്. ഇനി 1 സാമ്പിൾഡ് ടി ടെസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഫോമുലയുണ്ട്. അതായത് ഇപ്പം 1 സാമ്പിൾ 2 സാമ്പിൾ ടി ടെസ്റ്റിനും ഡിഫറെന്റ് ആണ് ഫോമുല വരുന്നത്. അപ്പൊ 1 സാമ്പിളിലേക്ക് കയറുമ്പോൾ ഇവിടെ വരുന്ന ഫോമുല TS = x bar minus mu by S by root n ആണ്. TS = x bar minus mu by S by root n ആണ്. x bar എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇറ്റ് ഇസ് ഒബ്സർവ്ഡ് മീൻ ഓഫ് ദ സാമ്പിൾ ആണ്. x bar എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് മീൻ ഓഫ് ദ സാമ്പിൾ ആണ്. mu എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ. mu എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്. S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. N എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ്. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് ആണ്. I repeat it once again. X bar എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് മീൻ ഓഫ് ദ സാമ്പിൾ ആണ്. mu എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്. S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. N എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്. ഇനി 2 സാമ്പിൾ ടി ടെസ്റ്റിലേക്ക് കടന്നാൽ TS = x bar 1 minus x bar 2
divided by root of s1 square by n1 plus s2 square by n2 ആണ്. So what is the formula of two sample t-test? Two sample t-test formula is T is equal to x bar 1 minus x bar 2 by root of s1 square by n1 plus s2 square by n2, where x bar 1 is equal to observed mean of first sample, x bar 1 is observed mean of first sample, x bar 2 is observed mean of second sample, x bar 2 is observed mean of second sample, S1 is standard deviation of first sample, S1 is standard deviation of first sample, S2 is standard deviation of second sample, standard deviation of second sample, N1 is sample size of first sample, sample size of first sample, and N2 is sample size of second sample. സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ ഈ ഒരു ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. നൗ പ്രോപ്പർട്ടീസ് ഓഫ് ടി ടെസ്റ്റ്. ഇതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോയാൽ ടി ടെസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് ബെൽ ഷേപ്ഡ് ആണ്. ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള കർവ് ആണ് നമ്മുടെ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനെയാണ് മൂവ്മെന്റ് വരുന്നത്. സോ സിൻസ് ഇങ്ങനെ ആയതുകൊണ്ട് ഇതിനൊരു ബെൽ ഷേപ്ഡ് മൂവ്മെന്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും പ്ലഗ് ഇൻ ചെയ്യുന്നത്. ഒരേ രീതിയിലുള്ള ഫാക്ടർ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പ്രപ്പോർഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ബേസിക്കലി പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അസിംപ്റ്റോട്ടിക് എന്ന് പറയും. അസിംപ്റ്റോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബേസിക്കലി എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ എക്സ് ആക്സസ് ആയാലും വൈ ആക്സസ് ആയാലും ഇതിനെ ബേസിക്കലി എന്ത് ചെയ്യുന്നില്ല, പ്ലഗ് ഇൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുന്നില്ല, ഇഫക്റ്റ് വരുന്നില്ല. അല്ലെങ്കിൽ എക്സ് ആക്സസ് അല്ലെങ്കിൽ വൈ ആക്സസിനെ ബേസിക്കലി ടച്ച് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പാരാമെട്രിക് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞു ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ എൻറ്റർ ചെയ്യുന്നു. എൻറ്റർ ചെയ്ത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ പ്ലഗ് ഇൻ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ബേസിക്കലി പഠിച്ചിട്ടുള്ളത് എന്താണ്? ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റ് സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. WS ഗോസറ്റ് ആണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് ടി ടെസ്റ്റ് ജനറലി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് <= 30 ആണെങ്കിലാണ് ടി ടെസ്റ്റ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ടി ടെസ്റ്റിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ 3 തരത്തിലുണ്ട്. 1 സാമ്പിൾ ടി ടെസ്റ്റ്, 2 സാമ്പിൾ ടി ടെസ്റ്റ്, പെയർഡ് ടി ടെസ്റ്റ്. 1 സാമ്പിൾ ടി ടെസ്റ്റ് ആകുമ്പോൾ സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് അവിടെ അറ്റയർ ചെയ്യുന്നത്. 2 സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ആകുമ്പോൾ 2 സാമ്പിളുകൾ തമ്മിലുള്ള കമ്പാരിസൺ. 2 സാമ്പിൾഡ് പെയർഡ് ടി ടെസ്റ്റ് ആകുമ്പോൾ ടൈം പീരീഡിന്റെ ബേസിസിൽ 2 സാമ്പിൾസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. 1 സാമ്പിൾഡ് ടി ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ വി ഹാവ് 2 സാമ്പിൾഡ് ടി ടെസ്റ്റ്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എഫ് ടെസ്റ്റ് ആണ്. എഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് 2 പോപ്പുലേഷന്റെ അല്ലെങ്കിൽ 2 സാമ്പിളിന്റെ വേരിയൻസിനെ കുറിച്ച് അറിയാനായി സഹായിക്കുന്ന ടെസ്റ്റ് ആണ് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം 2 കുപ്പി എടുക്കുന്നു. അതാണ് നമ്മൾ സാധാരണ എടുക്കുന്ന എക്സാമ്പിള്. ഒരു കുപ്പിയുടെ മൂടി ചുവപ്പ് കളറും ഒരു കുപ്പിയുടെ മൂടി നീല കളറുമാണ്.
അപ്പൊ കുട്ടിയുടെ മുമ്പിൽ ഇപ്പൊ സപ്പോസ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ സാധാരണ ഇത് ക്ലാസ്സിൽ ഡെലിവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു എക്സാമ്പിൾ ആണ്. കുപ്പി എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. അപ്പൊ കുട്ടി പറയാണ് യെസ്, ഒന്ന് ബ്ലൂ ആണ്, ഒന്ന് റെഡ് ആണ് വരുന്നത്. സോ അങ്ങനെ പോലെ അവിടെ എന്താ ഒരു വ്യത്യാസം വരുന്നുണ്ട്. സോ അതേപോലെ നമ്മൾ 2 സാമ്പിൾസ് പ്ലഗ് ഇൻ ചെയ്യുന്നു. അപ്പൊ 2 സാമ്പിൾസ് പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടെ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. കാരണം ഒന്ന് ചിലപ്പോൾ മെയിൽ ആവാം, മറ്റൊന്ന് ചിലപ്പം ഫീമെയിൽ ആയിരിക്കാം. ഇനി പോപ്പുലേഷന്റെ ബേസിസിൽ വ്യത്യാസം വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഡസ്ട്രീസിന്റെ കൗണ്ട് ആണ് എടുക്കുന്നത്. ഇൻഡസ്ട്രീസിന്റെ കൗണ്ട് എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അത്രയും ഇൻഡസ്ട്രീസ് ചിലപ്പോൾ എറണാകുളത്ത് കാണുന്നില്ല. ഇനി എറണാകുളത്തുള്ള അത്രയും ഇൻഡസ്ട്രീസ് അങ്ങ് മലപ്പുറത്ത് കാണണമെന്നില്ല. സോ ഓരോ ജില്ലാ വൈസിലും എന്ത് സംഭവിക്കാം, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡസ്ട്രി, ടോട്ടൽ മീൻസ് ഇൻ ദ സെൻസ് പോപ്പുലേഷനിൽ വ്യത്യാസം വരാം. സോ 2 പോപ്പുലേഷൻ അല്ലെങ്കിൽ 2 സാമ്പിള് ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എഫ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്തത് റൊണാൾഡ് ഫിഷർ ആണ്. റൊണാൾഡ് ഫിഷർ ആണ് ഈ ഒരു എഫ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇതിന് നമ്മൾ വേറെ ഓൾട്ടർനേറ്റീവ് നെയിം, എപ്പോഴും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് ഇതിന്റെ ഓൾട്ടർനേറ്റീവ് നെയിം. ഇതിന്റെ വേറൊരു ഓൾട്ടർനേറ്റീവ് നെയിം ആണ് വേരിയൻസ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. എഫ് ടെസ്റ്റിനെ നമ്മൾ വേറൊരു പേരിലും അറിയപ്പെടാറുണ്ട്. അതിന്റെ പേരാണ് വേരിയൻസ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബേസിക്കലി ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. അതായത് നമ്മൾ മുമ്പ് ടി ടെസ്റ്റിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ ഇവിടെ ഡാറ്റ എടുക്കുന്ന സമയത്ത് അത് SPSS എൻറ്റർ ചെയ്യുന്നു. SPSS എൻറ്റർ ചെയ്താൽ ഇനീഷ്യലി നമ്മൾ നോക്കുന്നത് ഈ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ നോർമൽ ആണോ അല്ലേ എന്നുള്ളതാണ്. ആൻഡ് ബേസിക്കലി അത് നോക്കിയിട്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, ഏത് ടെസ്റ്റ് പാരാമെട്രിക് എടുക്കണോ നോൺ പാരാമെട്രിക് എടുക്കണോ എന്നുള്ളതിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. നോൺ പാരാമെട്രിക് ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ടെസ്റ്റുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സാമ്പിളിലേക്ക് നോക്കുന്നു, എന്നിട്ടാണ് ഏത് ടെസ്റ്റ് അവലംബിക്കണം എന്നുള്ള പാറ്റേണിലേക്ക് നമ്മൾ അതേർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുപയോഗിക്കാം, നമ്മൾക്ക് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ നമ്മൾ റാൻഡം ആയിരിക്കണം സെലക്ഷൻ. അതായത് നമുക്ക് നോൺ റാൻഡം ആയിട്ട് സാമ്പിളിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ഉണ്ട്. നമുക്ക് സാമ്പിളിങ്ങിനെ 2 തിരിക്കാലോ, സാമ്പിളിനെ 2 തിരിക്കാം. സാമ്പിളിംഗ് പ്രോസസ്സിന് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. അപ്പൊ ഈ നോൺ റാൻഡം സാമ്പിളിംഗ് ആവരുത്. അതായത് നമ്മൾ സാമ്പിള് ഫീൽഡിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ളത് റാൻഡം സാമ്പിളിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സാമ്പിളിംഗ് പ്രോസസ്, മൾട്ടി ലെവൽ സാമ്പിളിംഗ്, ഇങ്ങനെ പറഞ്ഞുള്ള ഒരുപാട് സാമ്പിളിംഗ് പ്രോസസ്സ് റാൻഡം സാമ്പിളിങ്ങിന്റെ കീഴിൽ വരുന്നുണ്ട്. സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ്, അതുപോലെ തന്നെ മൾട്ടി ലെവല്, അതുപോലെ തന്നെ സിമ്പിളിന്റെ അകത്ത് തന്നെ നമുക്ക് ടേബിൾ ഓഫ് റാൻഡം നമ്പർ ഉണ്ട്, അതേപോലെ ടിപ്പറ്റ്സിൻ്റെത് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, ലോട്ടറി മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാമാണ് നമ്മൾ ഡാറ്റ കമ്പ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തതെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് എന്തിലേക്ക് പോകാനായിട്ട് സാധിക്കും, എഫ് ടെസ്റ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എഫ് ടെസ്റ്റ് ചെയ്ത ഒരു സ്റ്റഡി ആണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും നമ്മൾ അനോവ ചെയ്തിരിക്കണം. അപ്പൊ എഫ് ടെസ്റ്റുമായിട്ട് പാരലലായി വരുന്ന ടെസ്റ്റ് ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത് വേറൊന്നുമല്ല, അനോവയാണ്. ദാറ്റ് ഇസ് അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. എഫ് ടെസ്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓവറോൾ റിഗ്രഷൻ. ഓവറോൾ റിഗ്രഷൻ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? നിരത്തി പിടിച്ച് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് മറ്റൊന്നുമല്ല, എഫ് ടെസ്റ്റ് ആണ്. ഓർക്കാനുള്ള വഴി,
എഫ് എന്ന് പറഞ്ഞാൽ ഫാദർ. അപ്പൊ മിക്കപ്പോഴും എല്ലാ വീട്ടിലും അമ്മമാരും ചെയ്യാറുണ്ട്, എങ്കിലും അച്ഛന്മാരാണല്ലോ കൂടുതലായിട്ട് ചെയ്യാറ്. അപ്പൊ ഫാദർ ഓവറോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മറക്കില്ല. ഫാദർ എഫ്, എഫ് ഫോർ ഫാദർ, ഫാദർ ഓവറോൾ. ഇത് നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എസൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സാം ടൈമിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഓർക്കാനുള്ളൊരു തന്ത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇത് ബേസിക്കലി 3 അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ലൈ ചെയ്യുന്നത്. ഒന്ന് നോർമാലിറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമാലിറ്റി അസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്ത് SPSS എൻ്റർ ചെയ്യുന്നു. അത് SPSS നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യത്തെയാണ് നോർമാലിറ്റി അസംഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യത്തിനെയാണ് നോർമാലിറ്റി അസംഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ഹോമോജീനിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് ഹോമോജീനിറ്റി ഓഫ് വേരിയൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കാനായിട്ട് ഒരു ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് എടുക്കുന്നു, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നു. ആ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് അതിനൊരു ഹോമോജീനിയസ് നേച്ചർ വരിക എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ പഠിക്കാൻ ഒരു സാമ്പിൾ എടുക്കുന്നു. ഈ സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കീർത്തി ഉണ്ട്, ലത ഉണ്ട്, നമുക്ക് പ്രിയ ഉണ്ട്. ഇവരിൽ ഒരു ഹോമോജീനിറ്റി ഉണ്ട്. എന്താ? ഇവരെല്ലാവരും ഫീമെയിൽസ് ആണ്. So there is a homogeneity which is associated with this. So ഇങ്ങനെ ഒരേ പാറ്റേൺ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള നേച്ചർ ഉള്ളവരെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ that is generally called as, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് എഫ് ടെസ്റ്റ് ആണ്. ഇനി നമ്മളിവിടെ ബേസിക്കലി പറയുകയാണെങ്കിൽ എഫ് ടെസ്റ്റും ടി ടെസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എപ്പോഴും നമ്മളോട് നിർത്തിപ്പിടിച്ച് ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഏരിയയുമാണ്. അപ്പൊ ഇവിടെ എഫ് ടെസ്റ്റ് ടി ടെസ്റ്റ് കമ്പാരിസണിലേക്ക് പോയാൽ യു ഹാവ് ടി ടെസ്റ്റ് ആൻഡ് യു ഹാവ് എഫ് ടെസ്റ്റ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഗോസറ്റ് ആണ്, ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫിഷർ ആണ്. ഇത് സ്മോൾ സാമ്പിളിന്റെ കേസിലാണ് വരുന്നത്. ഇതും സ്മോൾ സാമ്പിൾ തന്നെയാണ്. യെസ്, മൂന്നാമത്തെ ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. സ്മോൾ സാമ്പിൾ ആണ്. അടുത്തത് നമ്മളിവിടെ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ടെസ്റ്റ് വെദർ നോർമാലിറ്റി എക്സിസ്റ്റ് ഓർ നോട്ട്. നോർമാലിറ്റി എക്സിസ്റ്റ് ഓർ നോട്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എഫ് ടെസ്റ്റിലേക്ക് കടക്കുമ്പോൾ ഓവറോൾ റിഗ്രഷൻ ആണ്. ഓവറോൾ റിഗ്രഷൻ മെഷർ ചെയ്യാനാണ് നമ്മളിത് ബേസിക്കലി ഉപയോഗിക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ അസംഷൻ, ഫസ്റ്റ് അസംഷൻ ഇസ് നോർമാലിറ്റി, സെക്കൻഡ് വൺ ഇസ് ഹോമോജീനിറ്റി, ആൻഡ് തേർഡ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാനത് വിട്ടതല്ല, മറന്നുപോയതാണ്. ഓക്കെ, റാൻഡം സാമ്പിൾ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റാൻഡം സാമ്പിൾ നൊട്ടേഷൻ ആണ് ഇവിടെ ബേസിക്കലി എന്തായിട്ടുള്ളത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു ചോദ്യത്തിലേക്ക്, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. So the question is, when conducting an F test for ANOVA, what assumptions must be met? Option A, homogeneity. എല്ലാവരും താഴെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് യു ക്യാൻ സീ. നോർമാലിറ്റി, സി റാൻഡം സാമ്പിൾ, ആൻഡ് ഓപ്ഷൻ ഡി all of the above.
when conducting an F test for ANOVA, what are the assumptions? Homogeneity, normality, random sample, all of the above. The right answer is all of the above ആണ്. Yes, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇത് previously ചോദിച്ചിട്ടുള്ളതാണ്. വളരെ എളുപ്പമാണ് അല്ലെ? വളരെ എളുപ്പമല്ലേ എക്കണോമെട്രിക്സ്? എല്ലാരും കമന്റ് ചെയ്യണം. വളരെ എളുപ്പമല്ലേ? ആണോ? എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ എക്കണോമെട്രിക്സ്. ടഫ് ആയിട്ടുള്ള ഒന്നുമില്ല എക്കണോമെട്രിക്സിൽ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ഇതുവരെയും പഠിച്ചത് we studied about t-test, then we dealt with one sample t-test ഉണ്ട്, we have two sample independent t-test, you have two sample pair t-test, then we just discussed about f-test. F-test represents overall regression, then t-test and f-test comparison. Now we are going to discuss about null and alternative hypothesis. It's very important topic. Hypothesis എന്ന് പറഞ്ഞാൽ തന്നെ it is nothing but a tentative statement. നമ്മൾ ഒരു സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുമ്പോൾ the very first chapterൽ, അതെങ്കിൽ തീസിസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ the very first chapterൽ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് tentative statement ആണ്, അതായത് എപ്പോൾ വേണമെങ്കിലും മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ബേസിക്കലി എല്ലാ സ്റ്റഡീസിലും ഹൈപ്പോത്തസിസ് വെക്കണം എന്നൊരു കണ്ടീഷനും ഇല്ല. ബട്ട് ഹൈപ്പോത്തസിസ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്തിരിക്കണം? വി ഹാവ് ടു എംപീരിക്കലി ടെസ്റ്റ് ഇറ്റ്. എംപീരിക്കൽ ടെസ്റ്റിംഗ് നടത്താതെ ഒരിക്കലും നമുക്ക് ഹൈപ്പോത്തസിസ് വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് ബേസിക്കലി ഹൈപ്പോത്തസിസിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. സോ ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻ ദ സെയിം ഹാൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള ഒരു അസിമുലേഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസിൽ ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ ഹൈപ്പോത്തസിസിനെ കുറിച്ച് ക്രെസ്വെല്ലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഹൈപ്പോത്തസിസ്, ഇറ്റ് ഈസ് എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ്. It's a formal statement that represents the expected relationship between an independent and dependent variable. Okay, അതായത് നമുക്ക് ഒരു സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഡിപെൻഡന്റ് വേരിയബിൾ കാണും, ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാണും. സോ ഈ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്ലഗിൻ ആണ് ബേസിക്കലി നമ്മൾ എവിടെ പഠിക്കുന്നത്? ഹൈപ്പോത്തസിസിൽ ഫോർമുലേറ്റ് ചെയ്യും. Now when we move on to the characteristic feature of hypothesis, പലതുണ്ട്, and it basically includes hypothesis always must be clear and precise. വളരെ വ്യക്തമായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പോത്തസിസ് പ്ലഗ് ഇൻ ചെയ്യണം. ഹൈപ്പോത്തസിസിൽ എന്തെങ്കിലുമൊക്കെ മിസ്മാച്ചസ് വരുന്നു അല്ലെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തില്ലെങ്കിൽ that would create serious levels of problems. സോ ഒരു ലേമാന് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് is it should state the relationship between variables. നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആസ് വെൽ ആസ് ഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പൊ ആ വേരിയബിൾസ് തമ്മിൽ how they are related with each other, what is the relationship among them എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. ആൻഡ് ഹൈപ്പോത്തസിസ് മസ്റ്റ് ബി സ്പെസിഫിക്. വാരി വലിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഹൈപ്പോത്തസിസ് എഴുതാൻ പാടില്ല. സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5 ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ 15 ഹൈപ്പോത്തസിസ് ഒന്നും എഴുതി വെക്കാൻ പാടില്ല. ഹൈപ്പോത്തസിസിനെ എപ്പോഴും നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുകയും അതിനെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യണം. ഹൈപ്പോത്തസിസ് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം, വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് വേണം നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ. അതേപോലെ ഹൈപ്പോത്തസിസിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ കേപ്പബിൾ ഓഫ് ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പോത്തസിസിനെ നമുക്ക് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനും പോസ്റ്റുലേറ്റ് ചെയ്യാനും സാധിച്ചിരിക്കണം. അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹൈപ്പോത്തസിസിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. The very first one is the null hypothesis. Null hypothesisനെ നമ്മൾ H0 അല്ലെങ്കിൽ H0 എന്നാണ് നോട്ടേറ്റ് ചെയ്യുന്നത്.
അതെപ്പോഴും നമ്മൾ എഴുതുന്നത് there exists no relationship എന്നുള്ള ഫോമിലാണ്. അതായത് വേരിയബിൾസ് എടുക്കുന്നു. ഈ വേരിയബിൾസ് നമ്മൾ എടുക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ള ഒരു എസൻസിലായിരിക്കും എപ്പോഴും നമ്മൾ അത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ there is no relationship between smoking and cancer. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഒരു നോ റിലേഷൻഷിപ്പാ വന്നിരിക്കുന്നത്. സോ അങ്ങനെ ഒരു നോ പാറ്റേണിലേക്കാണ് സപ്പോസ് നമ്മൾ അറ്റയർ ചെയ്യുന്നതെങ്കിൽ അതിനെ നൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. ജനറലി റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നൾ ഹൈപ്പോത്തസിസ് ആണ്. അതായത് there exists no relation എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തസിസിൽ എപ്പോഴും നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. The next one is the alternative hypothesis. Next one is the alternative hypothesis. അതിന് നമ്മൾ H1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. H1 എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ there is relationship എന്നാണ് പറയുന്നത്. നമ്മൾ റിസർച്ചിൽ എപ്പോഴും ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഹൈപ്പോത്തസിസ് എഴുതാറ്, ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നൾ ഹൈപ്പോത്തസിസ് ആണ്. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ H1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി നമ്മൾക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോയാൽ നമ്മൾ പറയുന്നത് there is relationship between smoking and cancer. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ഒരു റിലേഷൻഷിപ്പിനെ ടാബ്ലേറ്റ് ചെയ്യാണ് അല്ലെ. there is relationship എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു എക്സ്റ്റെന്റിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിൽ പറയാം. നമ്മൾ റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ള രീതിയിലുള്ളതാണ് എപ്പോഴും റിസർച്ചിൽ എഴുതാറ്. അങ്ങനെ നമ്മൾ എഴുതുവാണെങ്കിൽ അതിനെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയും. റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ടാബ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ജനറലി വിളിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്നാണ്. The next one is the directional hypothesis. Directional hypothesis എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ഡയറക്ഷൻ ആണ് അവിടെ ഡെപിക്ട് ചെയ്ത് തരുന്നത്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഇറ്റ്സ് ബോത്ത് ഗോയിങ് ഇൻ എ പോസിറ്റീവ് മാനർ അല്ലെങ്കിൽ നെഗറ്റീവ് ഫോമിലാണോ പോകുന്നത്, ഇതാണ് നമുക്ക് അവിടെ പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നത്. സേ ഫോർ എക്സാമ്പിൾ, quality of teaching education leads to high quality of teaching skill. Quality of teaching education അല്ലെങ്കിൽ teaching leads to high quality of teaching skill. നല്ല പോലെ ടീച്ചിങ് കപ്പാസിറ്റി എൻട്രി ചെയ്യാനുള്ള പ്രോഗ്രാംസിൽ നമ്മൾ പങ്കെടുത്താൽ നമ്മുടെ ടീച്ചിങ് സ്കില്ലും ഓഗ്മെന്റഡ് ആകും. സോ ദീസ് ഷോസ് എ പോസിറ്റീവ് റിലേഷൻ. സോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പ്ലഗ് ഇൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി കോൾഡ് ആസ് ഡയറക്ഷണൽ. Then there comes non-directional. എന്താണ് നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. രണ്ട് വേരിയബിൾസ് എടുക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് അതിന്റെ ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല. പോസിറ്റീവ് ആയിട്ടാണോ വന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണോ വന്നത് എന്നൊന്നും പറയുന്നില്ല. സേ ഫോർ എക്സാമ്പിൾ, ടീച്ചിങ് എക്സ്പീരിയൻസും ജോബ് സാറ്റിസ്ഫാക്ഷനും രണ്ടും തമ്മിൽ എന്തുണ്ട്? റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ. ടീച്ചിങ് എക്സ്പീരിയൻസും ജോബ് സാറ്റിസ്ഫാക്ഷനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ടീച്ചിങ് എക്സ്പീരിയൻസ് കൂടിയപ്പോ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണോ എന്ന് ചോദിച്ചാൽ അവിടെ ആ റിലേഷൻഷിപ്പ് പ്ലഗ് ഇൻ അല്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. ചിലപ്പോ കൂടിയിരിക്കാം, ചിലപ്പോ കുറഞ്ഞിരിക്കാം. വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. നമുക്ക് റിലേഷൻഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഏത് പാറ്റേണിലാണ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇൻ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് മാനർ എന്നതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. തീർന്നിട്ടില്ല. ഇനിയും നമുക്ക് ഹൈപ്പോത്തസിസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹൈപ്പോത്തസിസിനെ സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ മാത്രം ഒരു റിലേഷൻഷിപ്പ് പ്ലോഗ് ഇൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്.
ജസ്റ്റ് നമ്മൾ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഈ രണ്ട് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. Then we have complex hypothesis. Complex hypothesis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ two or more variablesന്റെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 2 or more variables, 2 അല്ല, ശരിക്കും more than 2 എടുത്താൽ മതി. more than 2 variablesന്റെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് we have associative hypothesis. associative hypothesis എന്ന് പറയുന്നത് ഇവിടെ അസോസിയേഷനെയാണ് കാണിക്കുന്നത്. അതായത് രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ how they are networked with each other or how they are related with each other എന്നുള്ളൊരു പോസ്റ്റുലേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് associative hypothesis എന്ന് പറയുന്നത്. Just to show how the variables are associated or how the variables are related with each other. Next comes causal hypothesis. Causal hypothesis എന്ന് പറഞ്ഞാൽ cause effect. ഇതിനെ കുറിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു കോസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഇസ് ബീങ് അനലൈസ്ഡ്. ദെൻ അത്തരത്തിലുള്ള ഹൈപ്പോത്തസിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഒരു കോസ്, ഒരു ഇഫക്റ്റ്. സപ്പോസ് ഗവൺമെന്റ് ഒരു പോളിസി അത്തയർ ചെയ്തു. അപ്പൊ ഗവൺമെന്റ് ആ ഒരു പോളിസി അത്തയർ ചെയ്തത് കൊണ്ട് നമുക്ക് ബേസിക്കലി എന്തെങ്കിലും ഒരു റിസൾട്ട് ടാബുലേറ്റ് ചെയ്തു. സോ നമുക്ക് basically there is a cause and there is an effect associated with it. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് causal hypothesis എന്ന് വിളിക്കുന്നത്. Next comes logical hypothesis. Logical hypothesis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ലോജിക്കൽ ബേസിസിലാണ്. നമ്മൾ പലപ്പോഴും ഹൈപ്പോത്തസിസ് എഴുതുമ്പോൾ ജനറലി എല്ലാവരും പറയുന്നതാണ് ലോജിക്കലിലേക്ക് പോകരുത്. കാരണം ലോജിക്കലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മളുടെ പ്രീ സബ്മിഷൻ ടൈമിലൊക്കെ നമ്മളോട് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് വരും. എങ്ങനെയാ നിങ്ങൾക്ക് അത് നമ്മൾ എന്തെഴുതിയാലും അതിനൊരു വാലിഡിറ്റി വേണം എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം ലോജിക്കൽ ഹൈപ്പോത്തസിസ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ ഹൈപ്പോത്തസിസ് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അവിടെ വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം. കാരണം ഹൈപ്പോത്തസിസിൽ എന്തെങ്കിലും ഒരു ഫാബ്രിക്കേഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാൽ that would create serious levels of problems. സോ വളരെ കൃത്യമായിട്ട് ലോജിക്കലി അസിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഹൈപ്പോത്തസിസിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ ഹൈപ്പോത്തസിസിന് ഇമ്മൻസ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ബേസിക്കലി നമ്മൾ പറയുന്നത് ഒന്ന്, ഒബ്സർവേഷൻസ് മേക്ക് ചെയ്യാൻ നമ്മളെ ഹൈപ്പോത്തസിസ് ധാരാളമായി സഹായിക്കാറുണ്ട്. നിഗമനങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടി ഹൈപ്പോത്തസിസ് സഹായിക്കാറുണ്ട്. ഇൻവെസ്റ്റിഗേഷന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ബേസിക്കലി എന്ത് പറയാം, ഈ ഒരു ഹൈപ്പോത്തസിസിനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. കാരണം ഹൈപ്പോത്തസിസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ ടാബുലേഷന്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിന്റെ ബേസിസിലാണ് നമ്മൾ ജനറലി സ്റ്റഡി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മളെ വെരിഫിക്കേഷന് വേണ്ടി സഹായിക്കും. നമുക്ക് പല കണ്ടന്റ് ഉണ്ട്, പല എക്സ്റ്റെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കത് വാലിഡേറ്റ് ചെയ്യണം. വി ഹാവ് ടു ക്രോസ് ചെക്ക് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ്. അതിന് നമ്മളെ ഹൈപ്പോത്തസിസ് സഹായിക്കാറുണ്ട്. നെക്സ്റ്റ് ഇസ് നമുക്ക് ഡയറക്ഷൻ. നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ എന്ത് അസോസിയേഷൻ ആണ് ബേസിക്കലി ഇതിൽ ഉള്ളത്. അപ്പൊ നമ്മളിനി നൾ ഹൈപ്പോത്തസിസും അതേപോലെ നമുക്ക് ബേസിക്കലി ഉള്ള രണ്ടെണ്ണമാണ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ പോയാൽ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നെഗറ്റീവ് സെൻസിലാണ് വരുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പോസിറ്റീവ് സെൻസിലാണ് വരുന്നത്. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ഒരു നെഗറ്റീവ് സെൻസിലാണ് വരുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻസിലാണ് വരുന്നത്. നൾ ഹൈപ്പോത്തസിസ് H0 എന്നുള്ള ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 എന്നുള്ള ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മൾ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ റിസർച്ചിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിലുള്ള എപ്പോഴും നമ്മളെ മൈൻഡിൽ കൺസേൺ ആയി വരുന്ന ഒരു ടെൻഡൻസി എന്താ വെച്ചാൽ
നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാനാണ്. അത് തന്നെയായിരിക്കും എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും റിസർച്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ബയസ്ഡ് ആവണ്ട എന്നുള്ളത് കൊണ്ട് ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്ക് വരുമ്പം അവയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് സാധാരണ കാണാറ്. നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ബേസിക്കലി ഹൈപ്പോത്തസിസുകളെ കുറിച്ചാണ്. ടി ടെസ്റ്റ് സ്റ്റുഡൻസ് ടി ടെസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഐ മീൻ സ്റ്റുഡൻസ് എന്നുള്ള തൂലിക നാമത്തിലാണ് ആക്ച്വലി ഈ ഒരു ടി ടെസ്റ്റ് നൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ബേസിക്കലി നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് WS ഗോസറ്റ് ആണ് അത് ഫോർമുലേറ്റ് ചെയ്തത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. ടി ടെസ്റ്റിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. 1 സാമ്പിൾ ടി ടെസ്റ്റ്, 2 സാമ്പിൾ ടി ടെസ്റ്റ് ആൻഡ് പെയർഡ് ടി ടെസ്റ്റ്. സ്മോൾ സാമ്പിൾ ആവുമ്പോൾ സാമ്പിൾ സൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. ലാർജ് സാമ്പിളിന്റെ കേസ് വരുന്ന സമയത്ത് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഗ്രേറ്റർ ദാൻ 30 ആണ്. 1 സാമ്പിൾ ടി ടെസ്റ്റ് വരുമ്പോൾ ബേസിക്കലി സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള ഒരു കമ്പാരറ്റീവ് ഫ്രെയിംവർക്കിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എങ്ങനെയാണ് അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് അവിടെ വരുന്നത്. 2 സാമ്പിളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. 2 സാമ്പിൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 2 സാമ്പിൾസ് തമ്മിലുള്ള ഒരു കമ്പാരറ്റീവ് ഫ്രെയിംവർക്കിനാണ് നമ്മൾ അവിടെ പൊസിഷൻ കൊടുക്കുന്നത്. 2 സാമ്പിളുടെ പെയർഡ് ടി ടെസ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് 2 സാമ്പിൾസ് ഉണ്ട്. പക്ഷെ അവിടെയും നമ്മൾ എന്തിനാ പ്ലഗ് ഇൻ ചെയ്യുന്നത്? ടൈമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ടൈം പീരീഡിന്റെ പോസ്റ്റുലേഷനിലാണ് നമ്മൾ അവിടെ ഇതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. വി ഹാവ് 1 സാമ്പിൾഡ് ടി ടെസ്റ്റ്, അതുപോലെ തന്നെ 2 സാമ്പിൾ ടി ടെസ്റ്റ്. 1 സാമ്പിൾഡ് ടി ടെസ്റ്റിന്റെ നൊട്ടേഷൻ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തു. അതേപോലെ തന്നെ 2 സാമ്പിൾ ടി ടെസ്റ്റിന്റെ കൺസിഡറേഷൻസും നമ്മൾ പറഞ്ഞു. Then we went with the properties, അല്ലെ? പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർട്ടീസിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? Then we went with F test. F test ഓവറോൾ റിഗ്രഷൻ ആണ് പ്ലഗ് ഇൻ ചെയ്യുന്നത്. 2 പോപ്പുലേഷന്റെ അല്ലെങ്കിൽ 2 സാമ്പിളിന്റെ വേരിയൻസ് ആണ് മെഷർ ചെയ്യുന്നത്. റൊണാൾഡ് ഫിഷർ ആണ് കൊണ്ടുവന്നത്. വേരിയൻസ് റേഷ്യോ ടെസ്റ്റ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, റാൻഡം സെലക്ഷൻ, അനോവയാണ് വരുന്നത്. അസംഷൻസ് എന്ന് പറയുന്നത് ഹോമോജീനിറ്റി, നോർമാലിറ്റി, റാൻഡം സാമ്പിൾ ആണ്. ടി ടെസ്റ്റ് ഗോസറ്റ് ആണ് കൊണ്ടുവന്നത്. സ്മോൾ സാമ്പിളിന്റെ കേസിലാണ് വരുന്നത്. നോർമാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ടെസ്റ്റ് റൊണാൾഡ് ഫിഷർ ആണ് കൊണ്ടുവന്നത്. സ്മോൾ സാമ്പിൾ ആണ്. ഓവറോൾ റിഗ്രഷൻ ആണ് പ്ലഗ് ഇൻ ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫർദറായി ആൾജബ്രിക് നൊട്ടേഷൻസിനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആൻഡ് പ്രിസൈസ് ആവണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ, സ്പെസിഫിക്, സിമ്പിൾ ആൻഡ് കേപ്പബിൾ ഓഫ് ടെസ്റ്റിംഗ് ആവണം. ഹൈപ്പോത്തസിസിന്റെ നൊട്ടേഷനിലേക്ക് പോയാൽ നമുക്ക് അവിടെ നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്, ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ, ലോജിക്കൽ, സിമ്പിൾ, കോംപ്ലക്സ്, അസോസിയേറ്റീവ് ആൻഡ് കോസൽ ആണ് ഉള്ളത്. നൾ ഹൈപ്പോത്തസിസ് ആൾട്ടർനേറ്റീവിലേക്ക് പോയാൽ നൾ ഹൈപ്പോത്തസിസ് നെഗറ്റീവ് ആണ്, ആൾട്ടർനേറ്റീവ് പോസിറ്റീവ് ആണ്. നൾ ഹൈപ്പോത്തസിസിനെ H0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ആൾട്ടർനേറ്റീവിനെ H1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്ട് ചെയ്യാണ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഇസ് ബീയിങ് അക്സെപ്റ്റഡ്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി ഒരിക്കലും ഇക്കണോമെട്രിക്സിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്.